നമസ്കാരം. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുക, ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളത്. നിലവിലുള്ള ജോലി ഉണ്ടെങ്കിലും ചിലപ്പോൾ സാധാരണ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഒരു പ്രൈവറ്റ് സെക്ടർ ജോലിയൊക്കെ ആണെങ്കിൽ വീട്ടിൽ 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും തൽക്കാലം ആ കുടുംബം റണ്ണ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും ലിറ്ററലി അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത്. എന്തെങ്കിലും ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പുറം രാജ്യത്തൊക്കെ കുടുംബത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വരുമാനം വരികയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ സാധ്യമാവുകയുള്ളൂ. അപ്പൊ എങ്ങനെ കയ്യിലുള്ള പണം മുടക്കാതെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നിലവിലുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും അതിനുള്ള ചില വഴികൾ, ഏകദേശം 7ഓളം വഴികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിചയ സമ്പന്നതയെ വിറ്റ് ക്യാഷ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുകയാണ്. ചിലപ്പോൾ അത് ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള ജോലിയായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വർക്ക്ഷോപ്പ് ആണെങ്കിൽ പോലും നമ്മുടെ എക്സ്പെർട്ടൈസിനെ നമുക്ക് എങ്ങനെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പാകത്തിന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കുകൾ ഇറക്കാവുന്നതാണ്. അതായത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പരിചയ സമ്പന്നതയും അല്ലെങ്കിൽ എക്സ്പെർട്ടൈസും ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ ആ മേഖല അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വരുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ആ മേഖലയിലെ സേവനം എടുക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ടുള്ള ലേഖനങ്ങളിലൂടെ ഈ ബുക്സിലൂടെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഈ റിട്ടൺ ടെക്സ്റ്റ് കണ്ടന്റിന് നമുക്കൊരു മാർക്കറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഈ പറയുന്ന ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇ ബുക്ക് ആളുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ആക്സസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഫീസ് കളക്ട് ചെയ്യാനായിട്ട് പാകത്തിന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഏത് മേഖലയിലാണോ നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പെർട്ടൈസ് ഉള്ളത് ആ മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാലാന്തരത്തിൽ കിട്ടുന്ന ഒരു സംഗതി മാത്രമാണ്. അപ്പൊ ആ കാലാന്തരത്തിൽ കിട്ടുന്ന സംഗതിയിൽ നിന്നുള്ള അറിവ് മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ അവർക്ക് ഇൻ നീഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള സേവനങ്ങൾ ആളുകൾ കൂടുതൽ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇ ബുക്കുകൾ എക്സാമ്പിൾ ആണ്, ഓൺലൈൻ കോഴ്സുകൾ എക്സാമ്പിൾ ആണ്. റിലേറ്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡൈവേർജന്റ് ആയിട്ടുള്ള ആശയങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും നല്ലൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇന്ന് ആമസോൺ അസോസിയേറ്റ്സ് പോലുള്ള, ആമസോൺ അഫിലിയേറ്റ് പോലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ആമസോണുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ബിസിനസ് എന്റിറ്റീസ് നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഓർ സർവീസസ് അതിന്റെ ലിങ്കുകൾ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷന്റെ അടുത്ത് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് തീർച്ചയായിട്ടും കമ്മീഷൻ ബേസിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതും നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോഴും പണം സമ്പാദനം നടക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡ് ഉണ്ടാകും, ഒഴിഞ്ഞു കിടക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, ചെറിയ വീട് ഉപയോഗിക്കാതെ ചിലപ്പോൾ കിടക്കുന്നുണ്ടായിരിക്കും, ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനം ഉണ്ടായിരിക്കും, ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു DSLR ക്യാമറ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സംഗതികൾ റെന്റിന് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ആശയം എന്ന് പറയുന്നത്. ഇത് ഞാൻ ചില എക്സാമ്പിൾസ് മാത്രം പറഞ്ഞതാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതായിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ സ്പേസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് റെന്റിന് കൊടുക്കുന്നത് വഴി നമുക്ക് മറ്റു രീതിയിലുള്ള തലവേദനകളില്ലാതെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നാലാമത്തെ ആശയം എന്ന് പറയുന്നത്, നമുക്ക് എന്താണോ അറിയുന്നത്, ചിലപ്പോൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പുറമെയുള്ള നമ്മുടെ ഹോബിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവുണ്ടായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന, നമുക്ക് അറിവുള്ള അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാനായിട്ട് ശ്രമിച്ചിട്ടൊക്കെയുള്ള ചില മേഖലകൾ ഉണ്ടായിരിക്കും. നമുക്ക് നല്ല ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ പാഷനേറ്റ്ലി ക്യൂരിയസ് ആയിട്ടുള്ള ചില സെക്ടറുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മേഖലകളിൽ അറിവ് സമ്പാദിക്കാൻ നമുക്ക് നല്ല താല്പര്യമായിരിക്കും, ഓൾറെഡി ചിലപ്പോൾ ഉണ്ടാവും. എന്തു തന്നെയാണെങ്കിലും
ഇത്തരത്തിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ആദ്യത്തെ പറഞ്ഞ ആശയത്തിൽ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഇ ബുക്ക് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് ഫ്രീ അല്ല. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ലൈക്ക് വീഡിയോ ബ്ലോഗിങ്, ഫോർ എക്സാമ്പിൾ യൂട്യൂബ് അല്ലെങ്കിൽ ബ്ലോഗറിൽ അല്ലെങ്കിൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഒരു ബ്ലോഗായിട്ട് നമുക്ക് അറിയുന്ന നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ ആക്സസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ അറിവിനെ നമുക്ക് പണം വരുത്തുന്ന രീതിയിലുള്ള ഒരു മാധ്യമമായിട്ട്, ഒരു മാർഗമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രേഡിങ്ങിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കും, മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഷെയർ ചെയ്യുകയും നല്ല രീതിയിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുകയാണ്. അടുത്തതായിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം വെച്ച് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ മനസ്സിലാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും, ഒരുപാട് ടീച്ചിങ് നോട്ടുകൾ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. സ്വന്തം നിലയ്ക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തൊക്കെ ഒരുപാട് ഡാറ്റാബേസ് തീർച്ചയായിട്ടും ഒരു ടീച്ചറുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഡാറ്റാബേസ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ടാർഗറ്റഡ് കസ്റ്റമേഴ്സും നിങ്ങൾക്കുണ്ട്. ഒന്ന് നിങ്ങളുടെ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മെറ്റീരിയൽസ് ആവശ്യമുള്ള ആൾക്കാരോ ആയിരിക്കാം. രണ്ടാമത്തേത് നിങ്ങളുടെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികളോ ആയിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്യൂമ ബിൽഡ് ചെയ്യാനായിട്ട് അറിയും, അല്ലെങ്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടെംപ്ലേറ്റ്സ് സെല്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് വെബ് ഡിസൈനിങ്ങും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചെറിയ വെബ്സൈറ്റുകളും മറ്റും ആളുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്ത ഇൻകം ആണ്. എന്നാൽ ഒരു മിനിമൽ ടൈം ഇതിനു വേണ്ടി കൊടുക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ പാസീവ് ഇൻകം എന്നുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് വളരുന്ന ഒരു ബ്രിഡ്ജായിട്ട് മാറാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വർക്കിനെ ലൈസൻസ് ചെയ്യുക അല്ലെങ്കിൽ റോയൽറ്റി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു ഉദാഹരണം വെച്ച് പറയുന്ന സമയത്ത് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ എന്തായാലും ചിലപ്പോൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇവന്റ് ഫോട്ടോഗ്രാഫി ആയിരിക്കും, അല്ലെങ്കിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫി ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് ആയിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ. എങ്ങനെയാണെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ അയാൾ ആ വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അയാളുടെ ക്യാമറയുടെ മുന്നിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. ഇവർക്ക് ഈ ഇമേജസിനെ ലൈസൻസ് ചെയ്ത് അല്ലെങ്കിൽ റോയൽറ്റി ചെയ്തിട്ട് ഈ സ്റ്റോക്ക് ഇമേജസ് വിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അല്ലാതെ തന്നെ നമുക്ക് സെല്ല് ചെയ്യാനും സാധിക്കും. പെയിന്റിംഗ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഉള്ള ആർട്ടിസ്റ്റിക് എബിലിറ്റിനെ അവർക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജോബിനൊപ്പം തന്നെ മിനിമൽ ടൈമിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ പ്രൊഫൈൽ ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സെല്ല് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു മാർക്കറ്റിംഗ് സാധ്യത കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എക്സ്ട്രാ വർക്ക് ഇല്ലാതെയും അല്പം മിനിമൽ ടൈം കൊടുത്തുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമാണിത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിനിമൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനറാണ്, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് വരുന്നതായിട്ടുള്ള പുതിയ സംരംഭകർക്ക് അതിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പല രീതിയിൽ അവരുടെ ഡോക്യുമെന്റേഷൻ വർക്ക്, പേപ്പർ വർക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അസിസ്റ്റൻസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് മിനിമൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു മേൽനോട്ടം, ഗൈഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഔട്ട്സൈഡിൽ നിന്നുള്ള ചില രീതിയിലുള്ള പ്രൊജക്ട് വർക്കുകൾക്ക് ഗൈഡൻസ് കൊടുക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചില ഡോക്ടേഴ്സ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു മിനിമൽ ടൈമിൽ ഒരു സ്പെഷ്യൽ കൺസൾട്ടേഷൻ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ റിസോഴ്സസ്, വാട്ട് യു ഹാവ്, വാട്ട് യു നോ, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉള്ളത്, ഇതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോബി ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ
ഇൻട്രസ്റ്റ്, ക്യൂരിയോസിറ്റി, ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതൊന്ന് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചതായിട്ടുള്ള നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ മൊണിറ്റൈസ് ചെയ്യാനായിട്ട് പാകത്തിനുള്ള മേഖലകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആത്മപരിശോധന ചെയ്യുക, സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുക. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ പാഷനേറ്റ്ലി അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാസീവ് ഇൻകം സോഴ്സ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, വിത്തൗട്ട് ലൂസിങ് യുവർ കറന്റ് ജോബ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. കൂടുതൽ ധനമുള്ള അവസ്ഥയിലേക്ക് വളരാനായിട്ടും മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കാനും വളർത്തിക്കൊണ്ടുവരാനായിട്ടും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.